അതിൽ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലൈസൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. അല്ല, അതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും അവർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. 3 സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു സീറ്റ് അവർ തിരിച്ചു തന്നിട്ടുമുണ്ട്. 991 വടകര സീറ്റ് അന്ന് അവർക്കൂടെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്. അതുകൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച കൂടെ നടത്തി ഫൈനലൈസ് ചെയ്യും. അതിലൊരു തർക്കം ഉണ്ടാവില്ല. ഒരിക്കലും UDFന്റെ അകത്ത് സീറ്റ് വിഭജനത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല.